വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്നും അതിന് കൽപ്പനയുണ്ടായി. സാധാരണ വെട്ടിക്കിളികൾ ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ പച്ചപ്പ് തിന്നുന്ന ശബ്ദം വളരെ ദൂരത്തിൽ കേൾപ്പാൻ കഴിയും. അവ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അല്പം പോലും പച്ചപ്പ് അവശേഷിക്കാതെ നശിച്ചു പോകും. വൻ വൃക്ഷങ്ങളുടെ തൊലി പോലും ഒന്നും ശേഷിക്കാതെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും. അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. നെറ്റിമേൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ പീഡിപ്പിക്കുവാനുള്ള അധികാരം അവയ്ക്ക് കിട്ടി. അതായത് അവിശ്വാസികളെ പീഡിപ്പിക്കുന്നതിനുള്ള അധികാരം ലഭിച്ചു. മറ്റൊന്നും നശിപ്പിക്കുവാനുള്ള അധികാരം അവയ്ക്കില്ലായിരുന്നു. വെട്ടുക്കിളിക്ക് ലഭിച്ച അധികാരത്തിന്മേൽ ദൈവത്തിൻ്റെ നിയന്ത്രണം കാണാം. മനുഷ്യർക്ക് അവയെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. മറിച്ച് മനുഷ്യരെ വെട്ടുക്കിളികൾ ദണ്ഡിപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനം അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടാത്ത വീടുകളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മരണം സംഭവിച്ചതുപോലെ ദൈവത്തിൻ്റെ മുദ്രയേൽക്കാത്തവർ പിശാചുക്കളാൽ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മുദ്രയേൽക്കാത്തവർ താൽക്കാലിക സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നിന്നാൽ അവർ അപ്പോൾ അനുഭവിക്കുന്ന കഷ്ടം എത്ര ഭയാനകം ആയിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വാക്യം മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ 5-ാം കാഹളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ആദ്യത്തെ കഷ്ടം. അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെട്ട വെട്ടുക്കിളികൾ സാധാരണ വെട്ടുക്കിളികളെപ്പോലെ സസ്യങ്ങളെ നശിപ്പിക്കുന്നില്ല. പകരം ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ ഉപദ്രവിക്കുവാനാണ് അവയ്ക്ക് അനുവാദം ലഭിച്ചത്. പ്രധാനമായി ഈ വാക്യത്തിൽ നിന്ന് 4 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1. ദൈവത്തിൻ്റെ ന്യായവിധി നിയന്ത്രിതമാണ്. ഈ വെട്ടുക്കിളിക്ക് തങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാൻ അനുവാദമില്ല. ദൈവം അവയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ദൈവം അന്നും സർവാധിപതിയാണ് എന്നതിൻ്റെ തെളിവാണ്. 2. ദൈവത്തിൻ്റെ മുദ്ര. നെറ്റിയിലെ മുദ്ര എന്നത് ദൈവത്തിൻ്റെ സ്വന്തമെന്ന അടയാളമാണ്. ഇതിനു മുമ്പ് വെളിപ്പാട് 7:3 നമ്മൾ ചിന്തിച്ചതാണ്. ദൈവത്തോടുള്ള വിശ്വസ്തയും അവൻ്റെ സംരക്ഷണവും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. വെളിപ്പാട് 7:3 ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദാസന്മാരെ അവരുടെ നെറ്റികളിൽ മുദ്രയിട്ട ശേഷം എന്ന് നമ്മൾ വായിച്ചല്ലോ. 3-ാമതായി ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവിശ്വാസിയുടെ മേൽ വരുന്ന ശിക്ഷയാണ്. വെട്ടുക്കിളികൾ എന്നുള്ളത് എന്താണ്? വെട്ടുക്കിളി എന്നുള്ളതിനെ സംബന്ധിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. ദുരാത്മശക്തികളാണ്. ആത്മീക പീഡനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ദൈവത്തെ തള്ളിക്കളയുന്നവർക്ക് പാപത്തിൻ്റെ ഫലമായി മാനസികമായും ആത്മീകമായും വേദന അനുഭവിക്കേണ്ടി വരും എന്ന ആശയവും കാണും. 4-ാമതായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം. കഷ്ടതയുടെ നടുവിലും ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിക്കുന്നു അഥവാ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.